ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം. ഇസ്രായേൽ ഗൃഹമേ, യഹോവ നിങ്ങളോട് അരുളി ചെയ്യുന്ന വചനം കേൾപ്പിൻ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ജാതികളുടെ വഴി പഠിക്കരുത്, ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത്. ജാതികളല്ലോ അവ കണ്ട് ഭ്രമിക്കുന്നത്. ജാതികളുടെ ചട്ടങ്ങൾ മിഥ്യാമൂർത്തിയെ സംബന്ധിക്കുന്നു. അത് ഒരുവൻ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന മരവും ആശാരി വാച്ചികൊണ്ട് ചെയ്ത പണിയുമത്രേ. അവർ അതിനെ വെള്ളിയും പൊന്നും കൊണ്ട് അലങ്കരിക്കുന്നു. അത് ഇളകാതെ ഇരിക്കേണ്ടതിന് അവർ അതിനെ ആണിയും ചുറ്റികയും കൊണ്ട് ഉറപ്പിക്കുന്നു. അവ വെള്ളരിത്തോട്ടത്തിലെ തൂണു പോലെയാകുന്നു. അവ സംസാരിക്കുന്നില്ല. അവയ്ക്ക് നടപ്പാൻ വഹിയായക കൊണ്ട് അവയെ ചുമന്നുകൊണ്ടു പോകേണം. അവയെ ഭയപ്പെടരുത്. ഒരു ദോഷവും ചെയ്യുവാൻ അവയ്ക്ക് കഴിയുകയില്ല. ഗുണം ചെയ്യുവാനും അവയ്ക്ക് പ്രാപ്തിയില്ല. യഹോവേ, നിന്നോട് തുല്യനായവൻ ആരുമില്ല. നീ വലിയവനും നിന്റെ നാമം ബലത്തിൽ വലിയതുമാകുന്നു. ജാതികളുടെ രാജാവേ, ആർ നിന്നെ ഭയപ്പെടാതെ ഇരിക്കും? അത് നിനക്ക് യോഗ്യമല്ലോ. ജാതികളുടെ സകല ജ്ഞാനികളിലും അവരുടെ സകല രാജ്യങ്ങളിലും നിന്നോട് തുല്യനായവൻ ആരുമില്ല. അവർ ഒരുപോലെ മൃഗപ്രായരും ഭോഷന്മാരുമാകുന്നു. മിഥ്യാമൂർത്തികളുടെ ഉപദേശമോ മരമുട്ടിയത്രേ. തർശീഷിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളിയും ഊഫാസിൽ നിന്നുള്ള പൊന്നും അടിച്ചു പരത്തുന്നു. അത് കൗശലപ്പണിക്കാരൻ്റെയും തട്ടാന്റെയും കൈപ്പണി തന്നെ. നീലവും രക്താംബരവും അവയുടെ ഉടുപ്പ്. അവയൊക്കെയും കൗശലപ്പണിക്കാരുടെ പണിയത്രേ. യഹോവയോ സത്യദൈവം, അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ. അവന്റെ ക്രോധത്താൽ ഭൂമി നടുങ്ങുന്നു. ജാതികൾക്ക് അവന്റെ ഉഗ്രകോപം സഹിപ്പാൻ കഴിയുകയുമില്ല. ആകാശത്തെയും ഭൂമിയെയും നിർമ്മിക്കാത്ത ദേവന്മാരോ ഭൂമിയിൽ നിന്നും ആകാശത്തിന് കീഴിൽ നിന്നും നശിച്ചു പോകും എന്നിങ്ങനെ അവരോട് പറവിൻ. അവൻ തന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ച് തന്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു. തന്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു. അവൻ തന്റെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശത്ത് വെള്ളത്തിന്റെ മുഴക്കമുണ്ടാകുന്നു. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവൻ ആവി കയറ്റുന്നു. മഴയ്ക്ക് മിന്നലുണ്ടാക്കി തന്റെ ഭണ്ഡാരത്തിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു. ഏതു മനുഷ്യനും മൃഗപ്രായനും പരിജ്ഞാനമില്ലാത്തവനും ആകുന്നു. തട്ടാന്മാരൊക്കെയും വിഗ്രഹം നിമിത്തം ലജ്ജിച്ചു പോകുന്നു. അവർ വാർത്തുണ്ടാക്കിയ വിഗ്രഹം വ്യാജമത്രേ. അവയിൽ ശ്വാസവുമില്ല. അവ മായയും വ്യർത്ഥ പ്രവൃത്തിയും തന്നെ. സന്ദർശന കാലത്ത് അവ നശിച്ചു പോകും. യാക്കോബിന്റെ ഓഹരിയായവൻ അവയെപ്പോലെയല്ല. അവൻ സർവത്തെയും നിർമ്മിച്ചവൻ. ഇസ്രായേൽ അവന്റെ അവകാശ ഗോത്രം. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. നിരോധത്തിൽ ഇരിക്കുന്നവളെ, നിലത്തുനിന്ന് നിന്റെ ഭാണ്ഡം എടുത്തുകൊള്ളുക. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഈ തവണ ദേശത്തിലെ നിവാസികളെ കവിണയിൽ വെച്ചെറിഞ്ഞു കളയുകയും അവർക്ക് പറ്റുവാൻ തക്കവണ്ണം അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും. എന്റെ പരിക്ക് നിമിത്തം എനിക്ക് അയ്യോ കഷ്ടം. എന്റെ മുറിവ് വ്യസനകരമാകുന്നു. എങ്കിലും അതെന്റെ ദീനം, ഞാനത് സഹിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞു. എന്റെ കൂടാരം കവർച്ചയായി പോയിരിക്കുന്നു. എന്റെ കയറൊക്കെയും അറ്റിരിക്കുന്നു. എന്റെ മക്കൾ എന്നെ വിട്ടുപോയി, അവർ ഇല്ലാതായിരിക്കുന്നു. ഇനി എന്റെ കൂടാരം അടിപ്പാനും തിരശീല നിവർക്കുവാനും ആരുമില്ല. ഇടയന്മാർ മൃഗപ്രായരായി തീർന്നു, യഹോവയെ അന്വേഷിക്കുന്നില്ല. അതുകൊണ്ട് അവർ കൃതാർത്ഥരായില്ല. അവരുടെ ആട്ടിൻകൂട്ടമൊക്കെയും ചിതറിപ്പോയി. കേട്ടോ ഒരു ശ്രുതി. ഇതാ യഹൂദ പട്ടണങ്ങളെ ശൂന്യവും കുറുക്കന്മാരുടെ പാർപ്പിടവും ആക്കേണ്ടതിന് അത് വടക്ക് നിന്ന് ഒരു മഹാകോലാഹലവുമായി വരുന്നു. യഹോവേ, മനുഷ്യനെ തന്റെ വഴിയും നടക്കുന്നവന് തന്റെ കാലടികളെ നേരെയാക്കുന്നതും സ്വാധീനമല്ല എന്ന് ഞാൻ അറിയുന്നു.
യഹോവേ, ഞാൻ ഇല്ലാതെയായി പോകാതിരിക്കേണ്ടതിന് നീ എന്നെ കോപത്തോടെയല്ല ന്യായത്തോടെ അത്രേ ശിക്ഷിക്കണമേ. നിന്നെ അറിയാത്ത ജാതികളുടെ മേലും നിന്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത വംശങ്ങളുടെ മേലും നിന്റെ ക്രോധം പകരണമേ. അവർ യാക്കോബിനെ വിഴുങ്ങിക്കളഞ്ഞുവല്ലോ. അവർ അവനെ വിഴുങ്ങി നശിപ്പിച്ച് അവന്റെ വാസസ്ഥലത്തെ ശൂന്യമാക്കിയിരിക്കുന്നു.